ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആസിഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആയിട്ടുണ്ടാവില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പ്രോഡക്റ്റിലാണ് ആസിഡ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. ഞാൻ ആലോചിക്കുന്നത് ഇത് മുഖം പൊള്ളിപ്പോവോ എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് 3 തരത്തിലുള്ള ആസിഡിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തേതാണ് ഹൈലൂറോണിക് ആസിഡ്, രണ്ടാമത്തേതാണ് സാലിസിലിക് ആസിഡ്, മൂന്നാമത്തേത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ആസിഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അതേപോലെ ഹൈലൂറോണിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് ആസിഡ് എന്നുള്ള പേര് വരുന്നതിന് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ആസിഡ് വിഭാഗത്തിൽ, അതായത് ഹാഷായിട്ടുള്ള നമ്മുടെ കെമിക്കൽ വിഭാഗത്തിൽ പെടുന്ന ഒരു ഐറ്റമാണ് എന്നാണ്. നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഫോർമുലേഷൻ നടത്തിയതിന് ശേഷം ആണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിലും ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാലിസിലിക് ആസിഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എന്താണ് സാലിസിലിക് ആസിഡ്? സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് BHA, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മുഖക്കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഫേസിലുള്ള പ്രോബ്ലംസ് മാത്രമല്ല കേട്ടോ, ബോഡിയിലേക്ക് യൂസ് ചെയ്യുന്ന പല പ്രോഡക്ട്സിലും സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്. സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചുളിവുകൾ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല റിവ്യൂവും കാര്യങ്ങളുള്ള സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് നോക്കാം അല്ലേ. കരിമ്പില്ലേ, കരിമ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു AHA വിഭാഗത്തിൽ പെടുന്ന, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു ആ ഫാമിലിയിൽ പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന് വെയിറ്റ് വളരെ കുറവാണ്, ഭാരം വളരെ കുറവാണ്, അതേപോലെ തന്നെ എന്താ പറയുക, കട്ടി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ ഫേസിലോ ബോഡിയിലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക്, പോഴ്സ് വഴി നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ട്. പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്നതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് മണോ അല്ലെങ്കിൽ നിറോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. കൊളാജൻ കുറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ് ഓവർ ആവുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളാജൻ കുറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളാജനെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് സൺലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രേഷനെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ ഒരു ഇഷ്യൂ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് മാർക്സ് ഇല്ലേ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡെഡ് സെല്ലിനെ റിമൂവ് ആക്കിയിട്ട് അവിടെ പുതിയ സെല്ല്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പിമ്പിൾസിൻ്റെ ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ഈ ഓയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഹാഷായിട്ടുള്ള കെമിക്കൽ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാവുന്നതാണ്. ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് എന്താ പറയുക, പുറത്ത് ലഭ്യമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന ആസിഡാണ് ഹൈലറോണിക് ആസിഡ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്താണ് ഹൈലറോണിക് ആസിഡ് എന്ന് നമുക്ക് നോക്കാം. HA എന്നാണ് ഇതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്നത്.
എങ്ങനെയാണ് ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏജ് ഓവർ ആവുന്നതിനനുസരിച്ച് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിന് സപ്ലിമെൻ്റ് എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഫൈൻ ലൈൻസിനെയും ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നത്തിനെയും അതേപോലെ ഡ്രൈനെസ് ഉള്ള ആ ഒരു ഇഷ്യൂനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ 3 തരത്തിലുള്ള ആസിഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഭയങ്കര വലിയ കെമിക്കലല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഫോർമുലേഷനിലാണ് കേട്ടോ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ആസിഡ് എന്നുള്ള പേര് കേൾക്കുന്നതിനോട് ഇത് വലിയ എന്തോ ആണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.